നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ് അല്ലെ. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 5 ആണ്. ചാപ്റ്റർ 5 ഏതാണ്? അഭന്യക ഗുണനം. നമ്മൾ ഇതിനു മുമ്പ് 2ാം ചാപ്റ്റർ പഠിച്ചിരുന്നു, പുതിയ സംഖ്യകൾ അല്ലെ. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിരുന്നു പുതിയ സംഖ്യകൾ ആരൊക്കെ വന്നിരുന്നു? നമുക്ക് √2, √3 അല്ലെ, അങ്ങനെ സംഖ്യകൾ വന്നിരുന്നു. ആ സംഖ്യകൾ നമ്മൾ അവിടെ പഠിച്ചത് കൂട്ടലും കുറക്കലും മാത്രമായിരുന്നു നമ്മൾ അവിടെ പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ സംഖ്യകളുടെ ഗുണനവും ഹരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. മറ്റത് √2 കൂട്ടണം, √2 എന്നാൽ 2√2 ആണെന്ന് അറിയാം. അതേപോലെ √3 കൂടി √3 കൂട്ടിയാൽ 2√3 എന്നറിയാം അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോ അത് മാറി ഈ ചാപ്റ്റർ എന്താകാൻ പോവാണ്? ഗുണനങ്ങളായിട്ട് പഠിക്കാൻ പോവുകയാണ്, അവരെ ഗുണിക്കുന്ന രീതി. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗുണനത്തെ പറ്റി പഠിക്കാൻ പോവുകയാണ്. അപ്പൊ താഴെ ഹെഡിങ് ചെയ്ത് വെക്കുക, ഗുണനം. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1 × √2 ആണ്. ഒന്നിനെ ഏത് സംഖ്യയോടെയും ഗുണിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? √2. ആ സംഖ്യ തന്നെയാണ്. അപ്പൊ 1 ഗുണിക്കണം √2 എന്ന് പറഞ്ഞാൽ √2. ഇനി രണ്ടാമത്തെ 2 × √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√2 ആണ്. അല്ലാതെ ഈ രണ്ടിനെ അകത്ത 2 കൊണ്ട് എന്ത് ചെയ്യരുത്? ഗുണിക്കരുത്. എന്തേ ഉള്ളൂ? 2√2 ആണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതാമെങ്കിൽ എങ്ങനെ എഴുതാം? ഈ 2 ഗുണിക്കണം √2ന്റെ വില നമുക്ക് അറിയാം 1.414 ഗുണിച്ചിട്ട് എഴുതിയാലും മതി അല്ലെ. 8, 2, 4, 2 അല്ലെ, 2.428 ആക്കിയും എഴുതാം. ഞാൻ ഇവിടെ ഈ രീതി മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പൊ 2 ഗുണിക്കണം √2 എന്ന് പറഞ്ഞാൽ 2√2 ആണ്. അങ്ങനെയാണെങ്കിൽ 4√5 എന്ന് പറഞ്ഞാൽ എന്താവും? 4√5. ഇനി അങ്ങനെയാണെങ്കിൽ √2 ഗുണിക്കണം √2 അല്ലെ. അപ്പൊ രണ്ട് സ്ഥലത്ത് റൂട്ടാണ് എന്ന് പറഞ്ഞാൽ √ കൊണ്ടുവന്നു അല്ലെ. 2 ഗുണിക്കണം 2. അപ്പൊ രണ്ട് സൈഡിലും റൂട്ട് വന്നാൽ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഇടുക, ആ രണ്ട് സംഖ്യകളിലോട്ട് ഗുണിക്കുക. 2 × 2 4. അപ്പൊ √4 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എത്രയാണ്? 2 ആണെന്ന് നമുക്കറിയാം. ഇതിനു മുമ്പ് നമുക്ക് എഴുതാൻ പറ്റാത്ത എന്തുകൊണ്ടായിരുന്നു? ഈ 4 എന്തില്ല? റൂട്ട് ഇല്ല. അതുകൊണ്ടാണ് 4√5 എന്ന് എഴുതി വെച്ചത് അല്ലെ. 2√2 നമ്മൾ അതേപോലെ എടുത്ത് എഴുതാൻ കാരണം എന്താ? ഈ 2ന് എന്തില്ല? റൂട്ട് ഇല്ല. അതേ സ്ഥാനത്ത് ഇവിടെ 2ന് എന്തുണ്ട്? റൂട്ട് ഉണ്ട്. രണ്ട് സ്ഥലത്തും 2 റൂട്ട് ഉണ്ട്. ആ റൂട്ട് ഒരുമിച്ച് എഴുതി അകത്ത സംഖ്യകൾ എന്ത് ചെയ്തു? ഒരുമിച്ച് എഴുതി. അപ്പൊ 2 ഗുണിക്കണം √2 അല്ലെ. √2 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ഇനി അഞ്ചാമത്തെ √3 ഗുണിക്കണം 3 എന്ന് പറഞ്ഞാൽ എന്ത് പറയാം അല്ലെ? 3 ഗുണിക്കണം 3. രണ്ട് സ്ഥലത്തും റൂട്ട് ഉണ്ട്. അപ്പൊ 3 ഗുണിക്കണം 3 അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, 2 പ്രാവശ്യം വന്നത് നമ്മൾ ഒരു പ്രാവശ്യം എഴുതി. ഇവിടെ 2 പ്രാവശ്യം വന്നു ആര്? 3. അതിന് ഒരു പ്രാവശ്യം എഴുതിയാൽ പോരെ? ഇങ്ങനെയും എഴുതാം. അത് വേറെ രീതി ഞാൻ ആദ്യം പറഞ്ഞത് 2 × 2 4. √4 എന്ന് പറഞ്ഞാൽ 9 അല്ലെ. √2 × 2 എന്ന് പറഞ്ഞാൽ 4. 4നെ 2 ആക്കി എഴുതി. അപ്പൊ ഇതിനെ അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. എങ്ങനെ എഴുതാം? 3 × 3 എത്രയായി? √9. √9 എത്രയാണ്? 3 ആണ്. അപ്പൊ അതും കിട്ടും. അപ്പൊ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 പേരെ ഒരാളാക്കി എഴുതുക എന്നാണ് പറയുന്നത്. അപ്പൊ √3 × 3 വേണമെങ്കിൽ √9 എന്ന് എഴുതാം. എത്ര വില വരുന്നത്? 3 ആണ്. ഇനി ആറാമത്തത് √5 × √5 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക അല്ലെ. 5 ഗുണിക്കണം 5. റൂട്ടിന്റെ അകത്ത് 5 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ √25 അല്ലെ. 2 പ്രാവശ്യം എഴുതുന്ന ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പൊ എത്ര കിട്ടി? 5. ഇനി അടുത്തത് √7 × √7. അപ്പൊ 7 ഗുണിക്കണം 7 എത്രയാണ്? 49. √49 എത്രയാണ്? 7 ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ? √2 ഗുണിക്കണം √3. അപ്പൊ എന്ത് ചെയ്യാ? ഒരുമിച്ച് ചെയ്ത 2 ഗുണിക്കണം 3. എത്ര? 2 ഗുണിക്കണം 3 √6 അല്ലെ. അപ്പൊ √2 ഗുണിക്കണം അല്ലെ. √2 ഗുണിക്കണം 3 √6. ഇതിന് ചെറുതാക്കാൻ കഴിയില്ല. അപ്പൊ അതേപോലെ എടുത്തേക്ക്. ഇനി അടുത്ത എന്താണ്? √2 ഗുണിക്കണം √5.
അപ്പൊ 2 into 5 എന്ന് പറഞ്ഞ എത്രയാണ്? √10. ഇനി √2 ഗുണിക്കണം √7 എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 7 എത്ര കിട്ടി? √14. അടുത്ത് √5 into 8 എന്താ അല്ലെ? √5 into √8 എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 8 എത്ര കിട്ടി? അല്ലെ? 40. അടുത്തത് എന്താണ്? √5 ഗുണിക്കണം √10. അപ്പൊ √5 ഗുണിക്കണം 5 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? √50. ഇനി √45 ഗുണിക്കണം 2 അല്ലെ? √45 ഗുണിക്കണം 2 എന്നാണ്. അപ്പൊ എന്താവും? 45 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ √90. ഇനി അടുത്തത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. √6 ഗുണിക്കണം √3 എന്താണ്? 6 ഗുണിക്കണം 3. 6 3 എത്രയാണ്? 18. അപ്പൊ √18. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് വില വരുന്നില്ല അല്ലെ? √6 വില എത്ര അറിയില്ല. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു തൊട്ട് 2 ഒരേ സംഖ്യയാണെങ്കിൽ നമുക്ക് 1 എഴുതാമായിരുന്നു പറഞ്ഞു. ഇവിടെ ഒരേ സംഖ്യ അല്ലല്ലോ, 2 3 വ്യത്യസ്തമാണ്, 2 5 വ്യത്യസ്തമാണ്, 2 7 വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ √6 √10 √14 √40 √50 √90 √18. നമുക്ക് ഇതൊന്നൊരു അല്ലെ ബീജഗണിത രൂപത്തിലേക്ക് എഴുതാം. അപ്പൊ a into √b എന്ന് പറഞ്ഞാൽ a √b ആണ് അല്ലെ? നമ്മൾ എഴുതിയിരുന്നു 2 ഗുണിക്കണം √2 എന്ന് പറഞ്ഞാൽ 2 √2 എഴുതിയ പോലെ. ഇനി ഒരേ ആൾക്കാർ ഗുണിച്ചു √a into √a എന്ന് പറഞ്ഞാൽ അല്ലെ? √2 into √2 എന്ന് പറഞ്ഞാൽ 2 കിട്ടിയിരുന്നത്. ഇനി √a into √b, രണ്ട് സ്ഥലത്ത് റൂട്ട് വന്നപ്പോ √ab എന്ന രീതിയിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മളെ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ ശരിയായിട്ടുണ്ടാവും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് √8 എങ്ങനെ ചെറുതാക്കാം എന്നാണ്. നമുക്കറിയാം ഒരു സംഖ്യ റൂട്ടിലുള്ള നമ്പർ ആണെങ്കിൽ അല്ലെ? ഒരു സംഖ്യ √4 √9 √16 ഇതൊക്കെ നമുക്ക് എന്തുണ്ട്? അതിന് റൂട്ട് ഉണ്ട് അല്ലെ? √4 എന്ന് പറഞ്ഞാൽ 2 ആണ്, √9 എന്ന് പറഞ്ഞാൽ 3 ആണ്, √16 എന്ന് പറഞ്ഞാൽ 4 ആണ്. അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ നോക്കാം. അപ്പൊ 4 നമുക്ക് എങ്ങനെ അല്ലെ 8 എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുക നോക്കാം. എങ്ങനെ എഴുതാം? 4 ഗുണിക്കണം 2 ആക്കി എഴുതാം 8 ഇപ്പൊ എങ്ങനെ മാറ്റി എഴുതി? 4 ഗുണിക്കണം 2. അപ്പൊ പുറത്ത് ആരുണ്ട്? റൂട്ട് ഉണ്ട്. സമം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു √ab എന്ന് പറഞ്ഞാൽ √a into √b. നമ്മൾ റിസൾട്ട് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ് അല്ലെ? തിരിച്ച് √ab എന്ന് പറഞ്ഞാൽ √a into √b എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ മാറ്റി എഴുതാം. √4 ഗുണിക്കണം √2. √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. പിന്നെ നമുക്ക് എന്താ അറിയില്ല? √2 വില അറിയില്ല, അഥവാ ഏകദേശ വില അറിയാൻ കറക്റ്റ് കിട്ടുന്നില്ല. അപ്പൊ 2 √2 ആയിട്ട് വന്നു. ഓക്കെ, അപ്പൊ √8 ഞാൻ എങ്ങനെ എഴുതി? 8 4 into 2 ആക്കി മാറ്റി. ഒരു 4 എപ്പോഴും നമുക്ക് എന്താക്കാൻ പറ്റും? റൂട്ട് എന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റണം നോക്കണം. അപ്പൊ 4 റൂട്ട് ഉണ്ട് അല്ലെ? 4ന്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. നമുക്കൊന്ന് വേറൊരു ഉദാഹരണം നോക്കിയാലോ? 12. അപ്പൊ 12 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഒന്ന് നോക്കുക അല്ലെ? 4 into 3 എന്ന് പറഞ്ഞാൽ 12 ആണ് എന്ന് പറഞ്ഞാൽ മാറ്റി എഴുതി അല്ലെ? √4 ഗുണിക്കണം 3. അപ്പൊ √3. അപ്പൊ √4 എത്രയാണ്? 2 √3 ആണ് ഇതിന് ആൻസർ. അപ്പൊ 12 4 ഗുണിക്കണം 3 എഴുതി. 4 ഗുണിക്കണം 3 അപ്പൊ √4 ഗുണിക്കണം √3 എന്ന് പറഞ്ഞാൽ 2 √3 ആയിരുന്നു. ഇനി അടുത്തെന്താണ്? √18. 18 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം അല്ലെ? 6 into 3 18 ആണ്. പക്ഷെ അതിനകത്ത് ആരില്ല? അല്ലെ? നമ്മളെ റൂട്ട് അറിയാവുന്ന റൂട്ട് ഇല്ല. നമുക്ക് 9 into 2 എന്ന് എഴുതിയാൽ 9 എന്തുണ്ട്? റൂട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ 9 into 2 എഴുതി അല്ലെ? 6 into 3 എഴുതുന്നത് 6ന്റെ റൂട്ട് നമുക്ക് അറിയില്ല, 3ന്റെ റൂട്ട് അറിയില്ല. പക്ഷെ 9 into 2 എഴുതിയാൽ ഒരു സംഖ്യയുടെ റൂട്ട് നമുക്ക് അറിയാം. ഇവിടെ എഴുതുമ്പോൾ ഒരു സംഖ്യയുടെ റൂട്ട് നമ്മൾ അറിഞ്ഞിട്ടേ എഴുതാൻ പറ്റുള്ളൂ. എങ്ങനെ മാറ്റി എഴുതി? √9 ഗുണിക്കണം √2. √9 എന്ന് പറഞ്ഞാൽ എത്ര? 3. ബാക്കി എന്തേ ഉള്ളൂ? 3 √2. ഇനി അടുത്തത് √45. 45 എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും
അല്ലെ? 45 എന്ന് പറയുമ്പോ ആരൊക്കെ ഗുണിച്ചിട്ടാണ് നമുക്ക് 45 കിട്ടുക എന്ന് നോക്കുക. ആരൊക്കെ ഗുണിച്ചിട്ടാണ് നമുക്ക് 45 കിട്ടുന്നത്? 9 into 5 45 അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാം 45-നെ? 9 ഗുണിക്കണം 5. അപ്പൊ √9 ഗുണിക്കണം √5. അപ്പൊ എന്ത് എഴുതാൻ പറ്റും? 3√5. അടുത്തത് 27. 27 എങ്ങനെ മാറ്റി എഴുതാം? 9 into 3 എന്ന് പറഞ്ഞാൽ 27 ആണ്. അപ്പൊ √9 ഗുണിക്കണം √3. എത്ര കിട്ടി? 3√3 ആയി വന്നു. ഇനി അടുത്ത് 32. 32-നെ എങ്ങനെ മാറ്റി എഴുതാം? 16 into 2 32 ആണ്. അല്ലെ? 16-ന് റൂട്ട് ഉണ്ട് അല്ലെ? അപ്പൊ 16 ഗുണിക്കണം √2 എന്ന് പറഞ്ഞാൽ 4√2. ഇനി അടുത്തത് 50. 50-നെ എങ്ങനെ മാറ്റി എഴുതാം? അല്ലെ? 25 into 2 ആക്കി മാറ്റി എഴുതാം. 50-നെ 10 into 5 ആക്കി എഴുതാനും പറ്റും. പക്ഷെ 10-ന് റൂട്ട് നമുക്ക് അറിയില്ല. അതേപോലെ 2-ന് എന്തില്ല? റൂട്ട് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് 25 into 2 ആക്കി. അപ്പൊ എങ്ങനെ മാറ്റിയത്? 25 into √2. അപ്പൊ 5√2 എന്ന രീതിയിലേക്ക് വന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയ കാര്യങ്ങൾ നമുക്ക് ചാപ്റ്റർക്ക് വേണ്ട ബേസിക് കാര്യങ്ങൾ അപ്പൊ പറഞ്ഞു. നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്ക് അതിനു വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇതില് സമചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും എത്രയാണ്? ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താവും? അല്ലെ? ഏത്? ഈ സമചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും കാണും. നമുക്കറിയാം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 into വശമാണ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വശത്തിന്റെ വർഗമാണ്. അപ്പൊ എന്തായാലും ഈ വശം കണ്ടെത്തണം. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കേണ്ടി വരും അല്ലെ? അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ്. എന്ത് കൊടുക്കുകയാണ്? ABC എന്ന് പേര് കൊടുക്കും. അപ്പൊ ഇവിടെ കർണമായിട്ട് വരുന്നത് ആരാ? AC. അപ്പൊ പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? അല്ലെ? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ അല്ലെ കർണം എന്ന് പറഞ്ഞാൽ AC-യും പാദം എന്ന് പറഞ്ഞാൽ BC-യും ലംബം എന്ന് പറഞ്ഞാൽ AB ആണ്. അപ്പൊ AC സ്ക്വയർ സമം അല്ലെ BC പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ AB സ്ക്വയർ. BC എന്ന് പറഞ്ഞാൽ 1 ആണ്. AB എന്ന് പറഞ്ഞാൽ 1 ആണ്. 1-ന്റെ വർഗം 1. 1-ന്റെ ഒന്നുകൂടി വർഗം 1. അപ്പൊ എത്ര കിട്ടി? 2 ആയി. അപ്പൊ AC സമം എന്താണ്? അല്ലെ? AC സ്ക്വയർ സമം 2 ആണ്. അപ്പൊ AC സമയത്ത് കിട്ടി √2. അത്രയും മീറ്റർ ആണ് വന്നത്. അപ്പൊ ഈ AC എന്ന് പറഞ്ഞ എന്താണ്? സമചതുരത്തിന്റെ ഒരു വശമാണ്. അപ്പൊ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? √2 മീറ്റർ. ഇനി എന്ത് കാണാൻ നമ്മള്? ഇതിന്റെ പരപ്പളവും ചുറ്റളവും കാണണം. അപ്പൊ ചുറ്റളവ് കാണാൻ സമവാക്യം എന്താ? 4 into ഒരു വശം. അപ്പൊ 4 ഗുണിക്കണം √2. ഒരു വശം എന്ന് പറഞ്ഞാൽ √2. ഇനി √2-ന്റെ ഏകദേശ വില എഴുതുക. അത്ര 1.414 സമം എന്ത് വരും? 1.414 ഗുണിക്കണം 4 16 ശിഷ്ടം 1. 4 into 1 1 5. 4 16. പിന്നെന്തായി? 4 1 5 അല്ലെ? അപ്പൊ 5 എത്ര കിട്ടി? 656 മീറ്റർ ആണ് ആര് വന്നത്? ഈ സമചതുരത്തിന്റെ ചുറ്റളവായി വന്നത്. ഇനി അടുത്തെന്താ? സമചതുരത്തിന്റെ പരപ്പളവാണ്. എന്ന് പറഞ്ഞാൽ വശം സ്ക്വയർ. വശം എന്ന് പറഞ്ഞാൽ √2-ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പൊ അത്രയും മീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? നമ്മള് ഈ സമചതുരത്തിന്റെ പരപ്പളവായി വന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 88 മുതൽ 89 വരെയുള്ള. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരേ വലിപ്പമുള്ള 4 സമമിത ത്രികോണങ്ങൾ 2 എണ്ണം നടുകെ മുറിച്ചതും 2 എണ്ണം മുഴുവനായും ചേർത്ത് വെച്ച് ഒരു ചതുരം ഉണ്ടാക്കാം. അപ്പൊ ഒരു സമമിത ത്രികോണം ഉണ്ട്, അതിനെന്ത് ചെയ്തു? മുറിച്ചു, 2 കഷ്ണങ്ങളാക്കി മുറിച്ചു.
അപ്പൊ ഈ ത്രികോണം ഇവിടെ കൊണ്ടുവച്ചു, ഈ ത്രികോണം ഇവിടെ കൊണ്ടുവച്ചു, ഈ ത്രികോണം ഇവിടെ കൊണ്ടുവച്ചു, ഈ ത്രികോണം ഇവിടെ കൊണ്ടുവച്ചു, പിന്നെ ഈ ത്രികോണം ഇവിടെ കൊണ്ടുവച്ചു, ഈ ത്രികോണം ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ എന്താ പറഞ്ഞത്, ഈ സമമിതി ത്രികോണം എല്ലാം വശങ്ങളുടെ നീളം 2 മീറ്റർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നീളം 2 ആണ്, ഇതിന്റെ നീളം 2 ആണ്, ഇതിന്റെ നീളം 2 ആണ്. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2 അല്ലെ. അപ്പൊ ഇത് 2 ആയി, ഇത് 2 ആയി. ഇത് മൊത്തം ഇവിടെ മുതൽ ഇതുവരെ എത്രയാണ്? 2 ആണ്. അപ്പൊ മുറിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്രയായി? 1 ആയി, ഇവിടെ 1 ആയി. ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 1 ആയി, ഇത് 1 ആയി അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ചേർത്ത് വെച്ച് എന്തുണ്ടാക്കി? ഒരു ചതുരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, അപ്പൊ ഈ വശം നമുക്ക് കൈ കിട്ടി എത്രയാണ്? 2 ആണ് അല്ലെ. ഇവിടെയും 2 ആണ്. പക്ഷെ ഇത് എത്രയും നമുക്ക് കൈ കിട്ടിയിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഈ ഉയരമാണ് വരുന്നത് അല്ലെ. സമമിതി ത്രികോണത്തിന്റെ ഉയരമായിട്ട് വരുന്ന ഈ വശമാണ് ഇവിടെ വരുന്നത്. അതേപോലെ ഇതും അത് തന്നെയാണ്, ഇതും അത് തന്നെയാണ്, ഇതും അത് തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടണം? ഇതിന്റെ ഉയരം കിട്ടിയാലാണ് നമുക്ക് ഇനി ബാക്കി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ചതുരത്തിന്റെ എന്ത് കിട്ടി? വീതി 2 മീറ്റർ ആണെന്ന് നമുക്ക് കൈ കിട്ടി. അതിന്റെ നീളം കണ്ടെത്തിയാൽ മതി. ഈ ഈ സമമിതി ത്രികോണത്തിന്റെ ഉയരം എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടത്തെ നീളം. പിന്നെ ഇതേ നീളം തന്നെയാണ് ഇതിനും ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ പിന്നെ ഇതും അത് തന്നെയാണ് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഈ സമഭുജ ത്രികോണം ഇത് മാറ്റി വരച്ചു. അവിടെ എത്ര മീറ്റർ ആണ്? 2 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ 2 മീറ്റർ ആവും, ഇവിടെ എന്താവും? 2 മീറ്റർ ആവും. ഞാൻ എന്ത് ചെയ്തു? പേര് കൊടുത്തു, ABC എന്ന പേര് കൊടുത്തു. ഇനി A നിന്നൊരു ലംബം വരച്ചു, അതിന് എന്ത് കൊടുത്തു? അപ്പൊ ഇവിടെ എന്താവും? 1 ആവും, ഇവിടെ എന്താവും? 1 മീറ്റർ ആവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് ഈ ഉയരം കിട്ടണം. അതിനുവേണ്ടി ഈ ത്രികോണത്തെ ഞാൻ ഇങ്ങോട്ട് നീട്ടി മാറ്റി വരച്ചു. അപ്പൊ എന്ത് കിട്ടി? ഇതൊരു മട്ട ത്രികോണാണ് വരുന്നത് അല്ലെ. ഇവിടെയാണ് നമുക്ക് 90. അപ്പൊ കർണം വരുന്നത് ഇതാണ്, പാദം വരുന്നത് ഇതാണ്, ലംബം ഇതാണ്. എന്താണ് നമ്മുടെ പൈതഗോറസ് തിയറം വരുന്നത് അല്ലെ. കർണം സ്ക്വയർ സമം, ഇവിടെ കർണം AC ആണ്, പാദം എന്ന് പറഞ്ഞാൽ DC ആണ്, സ്ക്വയർ കൂട്ടണം, ലംബം എന്ന് പറഞ്ഞാൽ AD സ്ക്വയർ. AC എന്ന് പറഞ്ഞാൽ 2ന്റെ വർഗം, DC എന്ന് പറഞ്ഞാൽ 1ന്റെ വർഗം, AD സ്ക്വയർ അതേപോലെ എടുത്ത് എഴുതി. അപ്പൊ 4, 2ന്റെ വർഗം 4, 1ന്റെ വർഗം 1, കൂട്ടണം AD സ്ക്വയർ. അപ്പൊ AD സ്ക്വയർ സമം 4 കുറക്കണം 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. അപ്പൊ AD എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? √3 മീറ്റർ ആണ് വന്നത് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി നമുക്കിപ്പോ അല്ലെ. ഈ ഉയരം, ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ √3. അപ്പൊ ഇതും √3 ആയി, ഇതും √3 ആയി, ഇതും √3 ആയി, ഇതും √3 ആയി. കിട്ടിയല്ലോ. അപ്പൊ ഞാൻ ഈ ചിത്രം എന്ത് ചെയ്തു? ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ചാൻ പോവാ. അപ്പൊ എന്ത് ചെയ്യാണ് അല്ലെ. ആദ്യം ആ ത്രികോണം വരച്ചു അല്ലെ, 2 സമഭുജ ത്രികോണം മാറ്റി വരച്ചു എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? നമ്മള് ഇവിടെ ഒരു മട്ട ത്രികോണം അല്ലെ, സമഭുജ ത്രികോണത്തിന്റെ പകുതിയായിട്ട് ഇങ്ങോട്ട് നീട്ടി വരച്ചു എന്ന് പറഞ്ഞു അല്ലെ. ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമ്മൾ കാണാൻ പറഞ്ഞതാണ് ഇതിന്റെ ചുറ്റളവും പരപ്പളവും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം കാണാൻ പോകുന്നത് ഇതിന്റെ പരപ്പളവാണ്. എന്താണ് പരപ്പളവ് കാണാനുള്ള സമവാക്യം? എന്താണ്? നമുക്കറിയാം, നീളം ഇൻറ്റു വീതിയാണ് നമുക്ക് പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നീളം എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലെ? ഈ √3 കൂടി √3 കൂട്ടുക, പിന്നെ ആരോട് ഗുണിക്കുക? ഈ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് സമം എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം ഇൻറ്റു അല്ലെ വീതിയാണ് നമ്മുടെ സമവാക്യം. ഇവിടെ നീളം എന്ന് പറഞ്ഞാൽ √3 കൂട്ടണം √3 ഗുണിക്കണം വീതി എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 2√3 ഗുണിക്കണം 2. 2 കൂടി 2 ഗുണിച്ചാൽ 4√3 സമം 4 ഗുണിക്കണം √3ന്റെ വില എന്ന് പറഞ്ഞാൽ 1.732. ഗുണിക്കുക എത്ര കിട്ടും? 4 × 2 എന്ന് പറഞ്ഞാൽ 8, 4 × 3 12, ശിഷ്ടം 1, 4 × 28 1 29, പിന്നെ 4 2 1 6. അപ്പൊ 6.928 അത്രയും മീറ്റർ സ്ക്വയർ ആണ് ആര് വരുന്നത്? ഈ ചതുരത്തിന്റെ പരപ്പളവായി വരുന്നത്. ഇനി അടുത്തെന്താണ്? ഇതിന്റെ ചുറ്റളവാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമവാക്യം അറിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടിൽ എന്ത് ചെയ്യത്? എല്ലാ വശങ്ങളും കൂട്ടുക.
അപ്പൊ ഇവിടുന്ന് കൂട്ടുക. ഈ √3 എഴുതി ആദ്യം കൂട്ടണം. അടുത്ത √3 എഴുതി കൂട്ടണം. അടുത്ത മുകളിൽ ഏതാ 2 എടുത്ത് എഴുതി പ്ലസ് മുകളിൽ എന്തുണ്ട് √3 ഉണ്ട് കൂട്ടണം. ഇവിടെയും √3 ഉണ്ട് പ്ലസ് 2. അപ്പൊ 2 കൂടി 2 കൂട്ടി എത്ര കിട്ടി 4. ഇനി എത്ര √3 ഉണ്ട് 1 2 3 4. അപ്പൊ 4 √3 ഉണ്ട് സമം 4 കൂട്ടണം. √3 വില എന്ന് പറയുന്നത് 1.732 ആണ്. ഇതായിരിക്കും നമ്മൾ ചെയ്ത ഗുണിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ് 6.928 ആണ്. കാരണം നമ്മൾ പരപ്പളവ് കാണാൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. 4 ഗുണിക്കണം 1.732 കൂട്ടി അപ്പൊ 6.928 ആണ്. ഇനി ഇതൊരു കൂട്ടുക. അപ്പൊ 6.928 കൂടി ആര് കൂട്ടുക 4 കൂട്ടുക. അപ്പൊ പോയിന്റ് ഇല്ല 4. അതേപോലെ എടുത്തെഴുതി 9.10 ആര് വന്നു 928 ആയി. അപ്പൊ 10.928 അത്രയും മീറ്റർ ആണ് ആര് വന്നു ഈ ചതുരത്തിന്റെ ചുറ്റളവായി വന്നു. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്തപ്പോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ മീറ്റർ അല്ല, ഇവിടെ എന്താണ് സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇവിടെയൊക്കെ എന്താക്കിയാൽ മതി, ബാക്കി ഒരു പ്രശ്നങ്ങളില്ല. ഇവിടെ എന്താവും 2 സെന്റിമീറ്റർ ആണ്. ഇവിടെ എന്താണ് 2 സെന്റിമീറ്റർ ആണ്. ഇവിടെ സെന്റിമീറ്റർ ആണ്, ഇത് സെന്റിമീറ്റർ ആണ്, ഇത് സെന്റിമീറ്റർ ആണ്. ഇതെന്താണ് ഇതൊക്കെ സെന്റിമീറ്റർ ആണ്. മീറ്റർ മാറി എന്താവുന്നുള്ളൂ സെന്റിമീറ്റർ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ചതുരത്തിന്റെ പരപ്പളവും എത്രയാണ് 6.928 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതേപോലെ ചുറ്റളവും 10.928 സെന്റിമീറ്റർ ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഒരു സമചതുരവും അതിന്റെ വശങ്ങളുടെ 2 മടങ്ങും നീളമുള്ള വശങ്ങളോട് കൂടിയ ഒരു സമചതുരകോണത്തോടെ ചുവടെ കാണിക്കുന്ന പോലെ മുറിച്ചെടുത്ത് ഒരു ലംബകം ഉണ്ടാക്കി എന്നാ പറയുന്നത്. സമചതുരത്തിന്റെ വശങ്ങളുടെ 2 സെന്റിമീറ്റർ എന്ന് എടുത്താൽ ലംബകത്തിന്റെ ചുറ്റളവും പരപ്പളവും എന്തായിരിക്കും? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഈ സമചതുരത്തിന്റെ 2 മടങ്ങാണ് ആര് വരുന്നത്? നമ്മുടെ സമഭുജ ത്രികോണം. അപ്പൊ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? ഇവിടെ മുതൽ ഇതുവരെയുള്ള നീളം എത്ര കിട്ടി? 4 ആയി. അപ്പൊ ഇതും 4 ആയി, ഇതും 4 ആയി. പിന്നെ എന്ത് പറഞ്ഞു? ഈ വശം ഇവിടെ കൊണ്ടുപോയി വെച്ചു, ഈ വശം ഇവിടെ കൊണ്ടുപോയി വെച്ചു, ഇതെന്ത് ചെയ്തു ഇവിടെ കൊണ്ടുപോയി വെച്ചു, ഇതെന്ത് ചെയ്തു ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ എന്ത് കിട്ടി? നമുക്കൊരു ലംബകം കിട്ടി. അപ്പൊ ലംബകത്തിന്റെ എന്ത് കണ്ടെത്തിയാൽ മതി? നമുക്ക് പരപ്പളവും ചുറ്റളവും കണ്ടെത്തിയാൽ മതി. അപ്പൊ അറിഞ്ഞിരിക്കേണ്ടത് ഈ വശം അറിയണം, ഈ വശം അറിയണം, ഈ വശം അറിയണം, ഈ വശം അറിയണം, പിന്നെ ഈ വശം അറിയണം, ഈ വശം അറിയണം. അപ്പൊ നമുക്കറിയാം ഇത് 2 ആണെങ്കിൽ ഇതും 2 ആണ് അല്ലെ. ഇതും 2 ആണെങ്കിൽ ഇതും 2 ആണ് എന്ന് പറഞ്ഞാൽ ഇത് 2, ഇതും 2 അല്ലെ, ഇതും 2 അല്ലെ, ഇതും 2. ഇനി എന്ത് കിട്ടണം? ഇവിടെ കിട്ടണം, ഇവിടെയും കിട്ടണം. ഇനി സമഭുജ ത്രികോണത്തിനാണെങ്കിലോ അല്ലെ, ഈ ലംബവശമായിട്ട് വരുന്നതാണ് ഇത്, അഥവാ ഉയരമായിട്ട് വരുന്നതാണ് ഈ ഭാഗം വരുന്നത്. ഇതും ഇതും ഇതാണ് നമ്മൾ എത്ര വരുന്നത്? 4 സെന്റിമീറ്റർ ആയി വരുന്നത്. ഓക്കെ. അപ്പൊ എന്ത് കണ്ടെത്തണം? സമഭുജ ത്രികോണത്തിന്റെ ഉയരവും കണ്ടെത്തണം, പിന്നെ ഇതിന്റെ എന്തും കണ്ടുപിടിക്കേണ്ടി വരും നമ്മള്? സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളവും കണ്ടുപിടിക്കണം അല്ലെ. അതാണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ ആ വികർണത്തിന്റെ നീളമാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ സമഭുജ ത്രികോണത്തിൽ ആദ്യം എന്ത് ചെയ്തു? ഈ സമചതുരം ഇങ്ങോട്ട് വരച്ചു. നമ്മൾ പറഞ്ഞ ഒരു വേണമെങ്കിൽ എത്ര മീറ്റർ തന്നിട്ടുണ്ട്? ഒക്കെ 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഒരു വികർണം വരച്ചു. ഈ വികർണത്തിന്റെ നീളമാണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം വികർണത്തിന്റെ നീളം കാണുന്ന സമവാക്യം √2 ഇൻറ്റു ഒരു വശമാണ്. ഇവിടെ √2 എന്ന് പറഞ്ഞ നമുക്കറിയാം ഒരു വശം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പൊ 2√2 അത്രയും സെന്റിമീറ്റർ ആണ് വികർണത്തിൻ്റെത് അല്ലെ. വികർണം എന്ന് പറയുമ്പോൾ വികർണത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ എന്തെറ്റി? സമവാക്യം √2 ഇൻറ്റു വശമാണ്. ഇത് അറിയാത്തവർ എന്ത് ചെയ്താൽ മതി? വീണ്ടും ഒരു പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഇത് കണ്ടെത്തിയാലും മതി. അപ്പൊ വികർണത്തിന്റെ നീളം ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം കാണാൻ സമവാക്യം √2 ഗുണിക്കണം വശമാണ്. അപ്പൊ വശം 2 ആണ്. അപ്പൊ 2√2
നമ്മൾ പറഞ്ഞിരുന്നു സമചതുരവും വശവും തമ്മിൽ 2 മടങ്ങാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു സമചതുര ത്രികോണം എടുത്തു. എന്നിട്ട് അത് എത്രയാണ്, 4 സെന്റിമീറ്റർ ആണ് ഓരോന്നും. അതിന് ഞാൻ പേര് കൊടുത്തു, ABC എന്ന് പേര് കൊടുത്തു. അതിന് ലംബം വരച്ചു അല്ലെ. അപ്പൊ ഇവിടെ എത്രയാവും, 2 ആവും. ഇവിടെ എത്രയാവും, 2 ആവും. അതിന് D എന്ന് പേര് കൊടുത്തു. ഇനി AG എന്ന നീളം നമ്മൾ കണ്ടെത്തണം അല്ലെ. അപ്പം കർണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് അല്ലെ, AC ആണ്. കാരണം എന്താ, D ന്റെ അവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. അപ്പൊ എന്ത് ചെയ്താ, കർണം സ്ക്വയർ സമം പാദം എന്ന് പറഞ്ഞാൽ DC സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറഞ്ഞാൽ AB സ്ക്വയർ. അപ്പൊ 4 സ്ക്വയർ സമം 2 സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. 16 സമം 4 കൂട്ടണം AD സ്ക്വയർ. അപ്പൊ AD സ്ക്വയർ സമം 16 കുറക്കണം 4, 12 ആയി മാറി. അപ്പൊ AD സമം √12 അല്ലെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ചെറുതാക്കാം, 12 4 × 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. എന്ന് പറഞ്ഞാൽ √4 ഗുണിക്കണം √3 എന്ന് പറഞ്ഞാൽ 2√3 ആണ് ആര് വന്നത്, AD യുടെ നീളം ആയി വന്നത്. അത്രയും സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യാ, ആ ചിത്രത്തിലേക്ക് ചേർക്കുക. അപ്പൊ എന്ത് കിട്ടി ഇപ്പൊ നമുക്ക് അല്ലെ. ഇത് എന്ന് പറഞ്ഞാൽ അല്ലെ, ഈ സമചതുരത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ 2√2. അപ്പൊ ഇതും 2√2. ഈ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2√3. ഇത് എത്രയാണ്, 2√3 ആണ്. ഒക്കെ പാടെ തമ്മിൽ കൂട്ടുക, അതിന്റെ പരപ്പളവ് കാണും. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഒക്കെ പാടെ കൂട്ടിയാൽ മതി. അപ്പൊ ഞാൻ ചിത്രം ഒന്നുകൂടി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, ആ സമചതുര ത്രികോണം ഇങ്ങോട്ട് മാറ്റി വരച്ചു എന്ന് പറഞ്ഞു, ഇങ്ങനെ വരച്ചു. പിന്നെ ആ സമചതുരത്തിന്റെ കട്ട് ചെയ്ത ഭാഗം ഇങ്ങോട്ട് മാറ്റി വരച്ചു എന്ന് പറഞ്ഞു. ഇനി ഇവിടെ എത്രയാണ്, 2√3 ആണ്. ഇവിടെ എത്രയാണ്, 2√3 ആണ്. ഇവിടെ എത്ര, 2 ആണ്. ഇവിടെ എത്രയാണ്, 2 ആണ്. ഇത് എത്രയാണ്, 4 അല്ലെ. എന്താണ്, സമചതുരത്തിന്റെ അല്ലെ ആ സമചതുര ത്രികോണത്തിന്റെ വശമായിട്ട് വരുന്നത്. ഇനി അടുത്ത് ഇവിടെ 2 ആണ്. ഇവിടെ എത്രയായി, 2√2 ആണ്. ഇനി ഇവിടെ എത്രയാണ്, 2 ആണ്. ഇവിടെ എത്ര വരും, 2√2 ആണ്. ഇതിന് ഞാൻ കളറൊക്കെ മാറ്റി കൊണ്ടുപോകും. ഇനി നമ്മൾ കാണാൻ പറഞ്ഞതാണ് അല്ലെ. ഇപ്പൊ ഇതൊരു ലംബകമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലംബകത്തിന്റെ ചുറ്റളവ് കാണാൻ ബുദ്ധിമുട്ടില്ല. ഇവിടെ മുതൽ ഇങ്ങനെ കൂട്ടിപ്പോയി പോയാൽ മതി. അപ്പൊ ലംബകത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ കൂട്ടണം, 2 കൂട്ടണം 2√3 കൂട്ടണം 2 കൂട്ടണം 2√2 കൂട്ടണം 2√3 കൂട്ടണം 2√2 സമം 2 കൂടി 2 കൂട്ടിയാൽ 4. ഇവിടെ √3 ഉണ്ട്, ഇവിടെ √3 ഉണ്ട്. അപ്പൊ 4√3 ആയി. ഇവിടെ √2 ഉണ്ട്, ഇവിടെ 2√2 ഉണ്ട്. അപ്പൊ എത്രയായി, 4√2 ആയി മാറി. സമം 4 കൂട്ടണം 4 × √3 നമുക്ക് എഴുതാം 1.732. √2 എങ്ങനെ എഴുതാം, 1.414 ഗുണിക്കുക എന്നിട്ട് കൂട്ടുക. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും അല്ലെ, 6.928 കൂട്ടണം 4 ഗുണിക്കണം 1.41 ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടി, 5.656 സമം ഒക്കെ പാടഞ്ഞ് കൂട്ടുക. അപ്പൊ 6.928 കൂട്ടണം 5.656 കൂട്ടണം 4 അല്ലെ 0.00. ഇവിടെ 6 കൂടി 8 കൂട്ടിയാൽ 4. പിന്നെ അല്ലെ 2 കൂട്ടണം 5 എന്ന് പറഞ്ഞാൽ 7. 7 1 എത്രയായി, 8. ശിഷ്ടം 1 ആയി. 15 1 15 ആയി മാറി അല്ലെ. ഇവിടെ 7 8 ആയി. അപ്പൊ 9 കൂട്ടണം 6 എന്ന് പറഞ്ഞാൽ 15 പോയിന്റ് അല്ലെ. 6 4 10 1 4 5 അല്ലെ. 6 കൂടി 4 കൂട്ടിയാൽ 10. 10 പ്ലസ് 5 4 15. ശിഷ്ടം 1 കൂടി കൂട്ടിയാൽ 16. അപ്പൊ 16 പോയിന്റ് അല്ലെ 584 അത്രയും സെന്റിമീറ്റർ ആണ് ആര് വന്നത്, ചുറ്റളവായി വന്നത്. ഇനി അടുത്ത എന്താണ്, ലംബകത്തിന്റെ പരപ്പളവ്. അപ്പൊ ലംബകത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലംബകം ഇങ്ങനെയാണ്. ഇതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അല്ലെ ആരെന്ന സമവാക്യം 1/2 × a + b × h ആണ് നമ്മുടെ സമവാക്യം. അപ്പൊ a എന്ന് പറഞ്ഞാൽ 2 കൂട്ടണം 2√3 കൂട്ടണം ആരാണ്, 2 ആണ് നമ്മൾ a എന്ന് പറഞ്ഞത്. a എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് അല്ലെ, 2 കൂട്ടണം 2√3 കൂട്ടണം 2 എന്ന് പറഞ്ഞാൽ എത്രയായി, 4 കൂട്ടണം 2√3. b എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, 2√3. h എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, 2 ആണ്. അത് നേരെ ഈ സമവാക്യത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ സമം
1/2 ഗുണിക്കണം എ എന്ന് പറഞ്ഞ എത്ര കിട്ടി? 4 കൂട്ടണം 2√3 കൂട്ടണം ബി എന്ന് പറഞ്ഞ 2√3 ഗുണിക്കണം h എന്ന് പറഞ്ഞ 2. ഈ രണ്ടും എന്തായി? വെട്ടിപ്പോയി. ബാക്കി ആരേ ഉള്ളൂ? 4 കൂട്ടണം 2√3 കൂട്ടണം 2√3 സമം 4 കൂട്ടണം രണ്ടും കൂട്ടുക 4√3 സമം 4 കൂട്ടണം 4 ഇൻറ്റു 1.732 ഗുണിക്കുക അല്ലെ, എത്ര കിട്ടും? 6.92. അല്ലെ, ഇതൊരിക്കൽ നമ്മൾ കൂട്ടിയതാണ്. എത്ര കിട്ടിയിരുന്നു? 10.92 അല്ലെ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അല്ലെ അവിടെ എന്തായിരുന്നു? നമ്മുടെ ചുറ്റളവ് കാണുമ്പോൾ ഇതന്നെ വന്നിരുന്നു. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? ലംബകത്തിന്റെ പരപ്പളവായി വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? രണ്ട് സമചതുരങ്ങൾ ചേർത്ത് വെച്ച രൂപമാണ് ചിത്രത്തിൽ. ഈ രൂപത്തിന്റെ താഴത്തെ വശത്തിന്റെ നീളം സെന്റിമീറ്റർ വളരെ കൃത്യമായി കണക്കാക്കുക എന്ന് പറഞ്ഞാൽ √2ന്റെയും √3ന്റെയും വിലട്ട് കൊടുക്കാറാണ് നമ്മൾ ഇതുവരെ അങ്ങനെ തന്നെയും ചെയ്തു പോയിട്ടുള്ളത്. അപ്പൊ താഴത്തെ വശം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള വശത്തിന്റെ നീളമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 27 ആണെങ്കിൽ അതിന്റെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താവും? √27 ആവും. ഈ സമചതുരത്തിന്റെ പരപ്പളവ് 12 ആണെങ്കിൽ അതിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലെ. നമ്മൾ 2ാം ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഇനി 27 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അല്ലെ, എങ്ങനെ എഴുതാം? അല്ലെ, 9x3 ആക്കി എഴുതാം. 12 എങ്ങനെ മാറ്റി എഴുതാം? 4x3 ആക്കി എഴുതാം. എന്നിട്ട് ആ രണ്ടും കൂടി കൂട്ടിയിലെ ആൻസർ ആണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? താഴെ എഴുതുക. വലിയ സമചതുരത്തിന്റെ ഒരു വശം സമം എത്ര കിട്ടി? √27 അല്ലെ. പരപ്പളവാണെങ്കിൽ അതിന്റെ വശം എന്ന് പറഞ്ഞാൽ അല്ലെ ആ വശം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു 2ാം ചാപ്റ്ററിൽ. ഇനി 27 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 9x3. അപ്പൊ √9 × √3 എന്ന് പറഞ്ഞാൽ 3√3 അത്രയും സെന്റിമീറ്റർ. ഇനി ചെറിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ എന്തായി മാറി നമുക്ക്? അല്ലെ, √12 എന്ന് പറഞ്ഞാൽ √4x3 എന്ന് പറഞ്ഞാൽ അല്ലെ √4 ഗുണിക്കണം √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2√3 അത്രയും സെന്റിമീറ്റർ ആണ്. ഈ താഴത്തെ ഏതൊക്കെ തമ്മിൽ കൂട്ടണം? താഴത്തെ വശം എന്ന് പറഞ്ഞാൽ 3√3 2√3 തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടുക സമം. അപ്പൊ 3√3 കൂട്ടണം 2√3 കൂട്ടുക. അപ്പൊ എത്രയായി? 5√3. നമുക്കറിയാം √3ന്റെ വില കൊടുക്കുക 1.732 ആണ്. ഗുണിക്കുക എത്ര കിട്ടും? 5 × 2 10 അല്ലെ. വേണമെങ്കിൽ ഗുണിച്ച് നോക്കാം. 3 2 ഗുണിക്കണം 5 അല്ലെ 10 ശിഷ്ടം 1 15ഉം 16 അല്ലെ 35 36 മാറി അല്ലെ. ശിഷ്ടം 3 5 × 1 എന്ന് പറഞ്ഞാൽ 5 + 3 എന്ന് പറഞ്ഞാൽ 8. അപ്പൊ എത്ര കിട്ടി? എത്ര? 1 2 3. അപ്പൊ 1 2 3 അപ്പൊ 8.660 ആണ് വരുന്നത്. അപ്പൊ 8.6 അത്രയും സെന്റിമീറ്റർ ആണ് ആര് വരുന്നത്? ഇതിന്റെ നീളം. ഇവിടെ മുതൽ ഇതുവരെയുള്ള നീളം എന്ന് പറയുന്നത്. ശരിയായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 4ാമത്തെ. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ? രണ്ട് സമചതുരങ്ങൾ ഒരു മൂലയിൽ ചേർത്ത് വെച്ച രൂപമാണ് ചിത്രത്തിൽ. ചെരിഞ്ഞ വരയുടെ നീളം കണ്ടുപിടിക്കുക. അഥവാ ഈ വരയുടെ നീളം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു സമചതുരമാണ് തന്നിട്ടുള്ളത്. ഈ സമചതുരത്തിന്റെ വികർണമല്ലേ ഈ നീളം? ഇത്ര വരുന്ന നീളം. ഈ സമചതുരത്തിന്റെ നീളമാണ് ഇത് വരുന്നത്. നമുക്കറിയാം സമചതുരത്തിന്റെ വശത്തിന്റെ നീളം കാണാൻ വികരണത്തിന്റെ നീളം കാണാൻ സമവാക്യം അറിയാം. √2 × വശമാണ്. ഇവിടെ വശം ആരാ? 3 അല്ലെ. ഇതിന്റെ എന്താവും? √2 × വശം. ഇവിടെ വശം എത്രയാ? 2. അപ്പൊ ആരൊക്കെ തമ്മിൽ കൂട്ടിയാൽ മതി? 3√2 കൂട്ടണം 2√2 തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ആദ്യം അല്ലെ വലിയ സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം സമം എങ്ങനെ എഴുതാം? √2 × വശം എന്ന് പറഞ്ഞാൽ ആരാണ്? 3√2 സെന്റിമീറ്റർ. ഇനി അടുത്ത എന്ത് പറയാം? ചെറിയ സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ √2 ഗുണിക്കണം വശം. ഇവിടെ എത്രയാ? വശം എത്രയാണ്? 2√2 സെന്റിമീറ്റർ.
ഇനി ആ ചെരിഞ്ഞ വരയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സമം അല്ലെ 3√2 കൂട്ടണം 2√2 ആണ് എന്ന് പറഞ്ഞാൽ 5√2 ആണ് വരുന്നത്. സമം 5 into 1.414 ഗുണിക്കുക എത്ര കിട്ടും? അല്ലെ 1.414 ഗുണിക്കണം 5 14 20 ശിഷ്ടം 2 5ഉം 2ഉം 7 20ഉം 2 അല്ലെ 5 into 4 20 ശിഷ്ടം 2 5 into 1 7 5 into 4 20 ശിഷ്ടം 2 പിന്നെ 5 2ഉം 7 എത്ര കിട്ടി? അവിടെ 7. അപ്പൊ 1 2 3 അപ്പൊ 1 2 3 അപ്പൊ എത്ര കിട്ടി? 7 അല്ലെ 07 സെന്റിമീറ്റർ ആണ് ആര് വന്നത്? ഈ ചെരിഞ്ഞ വരയുടെ നീളമായിട്ട് വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മകളെ? ചിത്രത്തിലെ മട്ട ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന്റെ നീളം ചുറ്റളവും കണക്കാക്കുക. അപ്പൊ ചെരിഞ്ഞ വശം എന്ന് പറഞ്ഞാൽ ഇതാണ് ചെരിഞ്ഞ വശം. ഇതൊരു മട്ട ത്രികോണാണ്. ഇത് നമ്മൾ കഴിഞ്ഞ അല്ലെ 2ാം ചാപ്റ്റർ പഠിച്ചിരുന്നു. ഇവിടെ ഈ വശമായിട്ട് ഒരു സമചതുരം വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരപ്പളവ് കാണാൻ ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്താൽ മതി? 50ൽ നിന്ന് 18 കുറച്ചാൽ മതി. നമുക്കറിയാം ഈ വശം കിട്ടാൻ ബുദ്ധിമുട്ടില്ല. എത്രയാണ്? √50 ആണ് ഈ വശം. ഈ വശം എന്ന് പറഞ്ഞാൽ √18 ആണ്. അപ്പൊ ഈ വശം കിട്ടിക്കഴിഞ്ഞാലാണ് ഈ ത്രികോണത്തിന്റെ എന്ത് കിട്ടുള്ളൂ? നമുക്ക് ഒരു വശമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ അല്ലെ പരപ്പളവ് കാണും. ഇവിടെ സമചതുരമായിട്ട് വരച്ചാൽ നമുക്ക് കിട്ടും. ഇതേപോലെ എന്ത് ചെയ്താൽ മതി? ഞാനൊരു സമചതുരം വരച്ചു. അപ്പൊ ഈ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? 50 കുറക്കണം 18 ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? നമുക്ക് 32 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വശം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? √32. അപ്പൊ ഇനി ചുറ്റളവ് കാണാൻ ബുദ്ധിമുട്ടില്ലല്ലോ. √32 കൂട്ടണം √50 കൂട്ടണം √18 ആണ് ഈ ത്രികോണത്തിന്റെ ചുറ്റളവായി വന്നത്. അപ്പൊ നമ്മൾ ചെയ്തത് 2ാം ചാപ്റ്ററിൽ ചേർത്തിട്ടാണ് പറഞ്ഞത്. എന്താണ്? നമ്മൾ ഈ വശം കിട്ടണമെങ്കിൽ ഇതിന്റെ നമുക്കൊരു ഐഡിയ ഇല്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ വശമായിട്ട് ഒരു സമചതുരം ഞാൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 50 കുറക്കണം 18 ആണ് നമുക്ക് നമ്മൾ √3 കണ്ടെത്തുന്ന രീതി പറഞ്ഞപ്പോ ഈ മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഉപയോഗിച്ചു. 50ൽ നിന്ന് 18 കുറച്ച് 32. അപ്പൊ ഇനി ഇത്രയുമാണ് ആര് വരുന്നത്? നമുക്ക് പരപ്പളവായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ വശം എന്ന് പറഞ്ഞാൽ എത്രയായി? √32. ഈ 50ന്റെ പരപ്പളവാണ് അതിന്റെ വശം എന്ന് പറഞ്ഞാൽ √50. 18 cm² എന്ന് പറഞ്ഞാൽ ആരാണ്? അതിന്റെ പരപ്പളവാണ് വശം എന്ന് പറഞ്ഞാൽ √18. ഇതൊക്കെ പാടെ കൂട്ടിയിട്ടാണ് ആര് വരുന്നത്? ആ മട്ട ത്രികോണത്തിന്റെ ചുറ്റളവായി വരുന്നത്. അപ്പൊ നമുക്ക് എഴുതിയാലോ. അപ്പൊ ഞാനിത് ഷെയ്ഡ് ചെയ്ത ഭാഗം എന്നാണ് പറയുന്നത്. ഇത് ഷെയ്ഡ് ചെയ്തിട്ടില്ലേ? മറ്റേ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയ്ഡ് ചെയ്ത സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നത്? അല്ലെ സമം എന്ത് പറയാം? 50 കുറക്കണം 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 സെന്റിമീറ്റർ. ഇങ്ങനെ ത്രികോണത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. ABC എന്ന് കൊടുക്കുക. നമുക്ക് അറിയാം പേര് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിവിടെ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടി? 32 അല്ലെ ആ വശത്തിന്റെ നീളം. ഈ 32 നമുക്ക് മാറ്റി എഴുതി കൂടെ? നമ്മൾ ഫസ്റ്റ് പഠിച്ചതിന് അല്ലെ 16 into 2 32 ആണ്. അപ്പൊ 16 into 2 അല്ലെ √2 ആക്കി. അപ്പൊ എത്ര കിട്ടി? 4√2 അത്രയും സെന്റിമീറ്റർ ആണ് ആര് വന്നത്? AB. ഇനി അതേപോലെ BC എന്ന് മാറ്റിക്കൂടെ? BC എന്ന് പറഞ്ഞാൽ √50 ആണ്. 50 എങ്ങനെ മാറ്റിയതാം? 25 into 2 ആക്കിയത്. 25 എന്ന് പറഞ്ഞാൽ √25 into √2 എന്ന് പറഞ്ഞാൽ 5√2 സെന്റിമീറ്റർ. അടുത്ത് AC. AC എന്ന് പറഞ്ഞാൽ √18. √18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 into 2 ആണ് 18. √9 into √2. 9 എന്ന് പറഞ്ഞാൽ 3√2 സെന്റിമീറ്റർ ആയി വന്നു. അപ്പൊ AC എത്ര കിട്ടി? 3√2 മറ്റേത് 5√2 4√2. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പാടെ കൂട്ടാം എന്ന് പറഞ്ഞാൽ അല്ലെ മട്ട ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? AB കൂട്ടണം BC കൂട്ടണം AC ആണ്. AB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4√2. BC എന്ന് പറഞ്ഞാൽ 5√2. AC എന്ന് പറഞ്ഞാൽ 3√2. 4 കൂടി 5 കൂട്ടി 9. 9 കൂടി 3 കൂട്ടി 12. 12√2.
റൂട്ട് 2 മാറ്റി 1.414 ഗുണിക്കുക. എത്ര കിട്ടും? 1.414 ഗുണിക്കണം 8 2 8 2 4 അല്ല 1 4 1 കൂട്ട 8 6 9 6 1 1 2 3 മൂന്ന് സ്ഥാനം കഴിഞ്ഞ് 1 2 3 16 പോയിന്റ് അല്ലെ 16.968 അത്രയും സെന്റിമീറ്റർ ആണ് ആര് വരുന്നത് അല്ലെ ഈ ത്രികോണത്തിന്റെ ABC എന്ന മട്ട ത്രികോണത്തിന്റെ അല്ലെ ചുറ്റളവായി വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ? ചുവടെയുള്ള സംഖ്യാ ജോഡിയിൽ ചിലതിന്റെ ഗുണനഫലം എണ്ണൽ സംഖ്യയോ ഭിന്നസംഖ്യയോ ആണ്. ഇവ കണ്ടുപിടിക്കും. ഒന്നുമില്ല, ഈ സംഖ്യകൾക്ക് എന്ത് ഗുണിച്ചു നോക്കുക. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൂട്ട് 3നെയും അതേപോലെ റൂട്ട് 12യും ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാ? 3 × 12 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? റൂട്ട് 36. റൂട്ട് 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പൊ ബുദ്ധിമുട്ടില്ല. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അല്ലെ? 3 ഗുണിക്കണം റൂട്ട് 1.2 മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാ? 3 ഗുണിക്കണം 1.2 എന്ന് പറഞ്ഞാൽ റൂട്ട് 3.6. 3.6 നമുക്ക് റൂട്ട് ഇല്ല, പക്ഷെ 36 റൂട്ട് ഉണ്ട്, അല്ലാതെ 3.6 എന്തില്ല? റൂട്ടില്ല. അപ്പൊ അതേപോലെ എടുത്ത് എഴുതാം. ഇനി അടുത്ത് റൂട്ട് 5, റൂട്ട് 8. അപ്പൊ റൂട്ട് 5 ഗുണിക്കണം റൂട്ട് 8 എന്ന് പറഞ്ഞാൽ റൂട്ട് 5 × 8 എന്ന് പറഞ്ഞാൽ അല്ലെ റൂട്ട് 40 അല്ലെ. റൂട്ട് 40 കറക്റ്റ് ആയിട്ട് പോകുന്നില്ല, ദശാംശങ്ങളേ ഉള്ളൂ. അപ്പൊ അതേപോലെ നിർത്താം അല്ലെ. അപ്പൊ ഒരു ഭിന്നസംഖ്യക്ക് നമുക്ക് ഇങ്ങനെ നിർത്തിയാലും മതി, കറക്റ്റ് ആയിട്ട് ഒരു പോരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 0.5 ഗുണിക്കണം എന്താണ് അല്ലെ റൂട്ട് 0.5 ഗുണിക്കണം റൂട്ട് 8 ആണ്. അപ്പൊ റൂട്ട് 0.5 ഗുണിക്കണം 8. അപ്പൊ ഗുണിക്കുക എന്താ? 0.5 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 40 അല്ലെ. അപ്പൊ ഒരു പോയിന്റ് കിട്ടി. അപ്പൊ എത്ര കിട്ടി? റൂട്ട് 4. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ഇവിടെ 40 റൂട്ട് ഇല്ല, ഇവിടെ 4 എന്തുണ്ട്? റൂട്ട് ഉണ്ട്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മിശ്രിത ഭിന്നസംഖ്യയാണ്. അപ്പൊ 7/1/2നെ നമ്മൾ സാധാരണ ഭിന്നസംഖ്യയിലേക്ക് മാറ്റി 7 × 2 14 കൂട്ടണം 1/2 അല്ലെ. നമ്മളിത് കുറെ പ്രാവശ്യം ചെയ്തതാണ്. 15/2 അല്ലെ. 7 × 2 14 പ്ലസ് 1 കൂട്ടി. ഇനി അടുത്തത് 3/1/3 എന്ത് ചെയ്യും? 3 കൂട്ടണം 1/3 3 × 3 എന്ന് പറഞ്ഞാൽ 9 കൂട്ടണം 1/3 എത്രയായി? 10/3. അപ്പൊ എന്ത് കിട്ടി? റൂട്ട് ഓഫ് 7/1/2 ഗുണിക്കണം 3/1/3 നമുക്ക് എങ്ങനെ എഴുതാ? റൂട്ട് ഓഫ് 7/1/2 ഗുണിക്കണം 3/1/3 എന്ന് പറഞ്ഞാൽ 15/2 ഗുണിക്കണം 10/3 റൂട്ടിന്റെ അകത്ത്. 15-ല് ആര് വെട്ടാൻ പറ്റും? 3 വെട്ടാൻ പറ്റും അല്ലെ. 5 3 ഇനി 2-നെ 10-നെ ആര് കൊണ്ട് വെട്ടാ? 2 കൊണ്ട് വെട്ടാ. എത്ര കിട്ടും? 5. അപ്പൊ മുകളിൽ ആര് കിട്ടി? 5 ഗുണിക്കണം 5. 5 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ 25. 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? റൂട്ട് 2/5 ഗുണിക്കണം 1/10. അപ്പൊ എങ്ങനെ ഗുണിക്ക? 2/5 ഗുണിക്കണം 1/10. അപ്പൊ 2 അല്ലെ 2 ഗുണിക്കണം 1/5 × 10 ഞാൻ ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ. ഈ 2 10-നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. അപ്പൊ എന്ത് കിട്ടി? 1/5 × 5 ആയി മാറി. അപ്പൊ എന്തായി? 1/25. 1/25 എന്ന് പറഞ്ഞാൽ 1/5 അല്ലേ 25-ന് 5. അപ്പൊ 1/5 ആയി മാറി. ക്ലിയർ ആയല്ലോ? അതോടുകൂടി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി.